വായിച്ച കഥ കേട്ടറിഞ്ഞ സംഭവം ഇങ്ങനെ നടക്കൂ എന്ന് അറിയാമെങ്കിലും ആ കഥ സിനിമയായി വരുമ്പോഴും അത് കാത്തിരുന്ന് കാണാൻ നമ്മെ നയിക്കുന്നത് ആ സിനിമ എടുത്ത സംവിധായകനിലും അതിൻ്റെ ക്രൂവിലുമുള്ള വിശ്വാസം കൊണ്ടാണ്. അതിനേക്കാളും അപ്പുറം കാണാൻ പോകുന്ന കഥ ഹൃദയത്തെ കുത്തിവലിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു കാത്തിരിപ്പുണ്ടാവും. വായിച്ചതിൻ്റെ വിഷ്വലൈസേഷൻ കാണാനുള്ള അടങ്ങാത്ത ത്വര കൂടി ഉണ്ടാവും. മലയാളിക്ക് അത്രമേൽ വിശ്വാസമുള്ള ഒരു സംവിധായകൻ അങ്ങനെ നെഞ്ചിലേറ്റിയ ഒരു നോവൽ, പറയുന്ന കഥ സംഗീതത്തിൽ ലയിപ്പിച്ച് കാണുന്നവരുടെ ഹൃദയത്തിലേക്ക് കുടിയിരുത്തുന്ന ഒരു സംഗീത സംവിധായകൻ, അഭിനയിച്ച് ഫലിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു അഭിനേതാവ്, പിന്നെ എങ്ങനെ ആടുജീവിതം വിസ്മയിപ്പിക്കാതിരിക്കും? ആടുജീവിതം ഒരു വിസ്മയമാണെന്നതിൽ സംശയമില്ല. അതെങ്ങനെയൊക്കെയാണ് വിസ്മയിപ്പിക്കുന്നതെന്ന് പറയാനാണ് ഇന്ന് ശ്രമിക്കുന്നത്. അതിലെനിക്ക് ആദ്യം പറയേണ്ടത് ബ്ലെസ്സിയാണ്. പക്ഷേ അതിനു മുമ്പ് നജീബായി ജീവിച്ച പൃഥ്വിരാജിനെ പറ്റി പറയണം. ബ്ലെസ്സിയെക്കുറിച്ച് ഏറെ പറയാനുണ്ട്, അതിലേക്ക് വരാം. പൃഥ്വിരാജ് 2002 തുടങ്ങിയെങ്കിലും കരിയർ ഗ്രാഫ് നല്ല വെടിപ്പായി മുകളിലേക്ക് തന്നെ കയറിയെങ്കിലും പണം വരുന്ന പടങ്ങളിലും സമാന്തര സിനിമകളിലും ഒരുപോലെ എടുത്തു വയ്ക്കപ്പെടുന്ന നടനായി മാറിയെങ്കിലും അന്യഭാഷകളിൽ പോയി തിളങ്ങിയെങ്കിലും അയാളിലെ നടനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുന്ന ഒരു കഥ കിട്ടിയതായി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വാസ്തവവും സെല്ലുലോയിഡും തലപ്പാവും ഇന്ത്യൻ റുപ്പിയുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൃഥ്വിരാജ് എന്ന നടൻ അതിലേക്ക് കയറി വരാറുണ്ടായിരുന്നു. പക്ഷേ ആടുജീവിതത്തിൽ പൃഥ്വിരാജില്ല. ഉറപ്പിച്ച് പറയാം, അയാൾ വന്നിട്ടേയില്ല. അതിൽ ബ്ലെസ്സി എന്ന സംവിധായകൻ്റെ പങ്ക് വലുതായിരിക്കും. നജീബ് പ്രതീക്ഷയുടെ വിമാനം കയറുന്നത്, മസ്രയിലെത്തുന്നത്, അവിടുത്തെ ആദ്യ ദിവസങ്ങൾ, തുടർന്നുള്ള നാളുകൾ, രക്ഷപ്പെടാൻ തുടങ്ങുന്നത്, പിന്നീടുള്ള ദിവസങ്ങൾ, നാട്ടിലെ നജീബ്, പല നജീബിനെ മുഖത്തേക്കും ശരീരത്തിലേക്കും കൊണ്ടുവരേണ്ടേ? അതെങ്ങനെ സാധ്യമാകുമെന്ന് തെളിയിച്ചവൻ്റെ പേരാണ് പൃഥ്വിരാജ് സുകുമാരൻ. വെറുതെ മേക്കപ്പെട്ട് മാറുകയല്ല, കഥാപാത്രത്തെ ഉള്ളിലേക്ക് എടുത്തുള്ള പ്രകടനം. കണ്ണുകളിൽ, മുഖത്ത്, വിരലിൻ്റെ ചലനങ്ങളിൽ, നടത്തത്തിൽ നജീബായി അയാൾ ശരിക്കും ജീവിക്കുകയായിരുന്നു. പൃഥ്വിയുടെ കണ്ണുകളാണ് പലപ്പോഴും ചിത്രത്തിൽ അഭിനയിക്കുന്നത്. കഥയുടെ തുടക്കത്തിൽ അത് പ്രതീക്ഷ തെളിയിക്കുന്നു, പിന്നെ പേടിയുടെ, പിന്നെ നിരാശയുടെ, അതും കഴിഞ്ഞ് പ്രത്യാശയുടെ, നാടിൻ്റെയും പാതിയുടെയും ഓർമ്മകളിൽ പ്രണയത്തിൻ്റെ, അങ്ങനെ ആട് നടക്കുന്നത് പോലെ പതുക്കെയുള്ള ട്രാൻസ്ഫോർമേഷൻ, തല വെട്ടിക്കുന്നത് പോലും അങ്ങനെ. സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ അവസാനത്തെ ഷോട്ട് എടുത്തതിന് ശേഷമായിരുന്നു റിയൽ നജീബിനെ പൃഥ്വിരാജ് കണ്ടതെന്നും സംസാരിച്ചതെന്നും പറഞ്ഞിരുന്നു. തൻ്റെ നജീബിനെ പുറത്തെടുക്കാനായിരിക്കണം പൃഥ്വി അങ്ങനെ ചെയ്തത്. റിയൽ നജീബിൻ്റെ രൂപസാദൃശ്യവും പൃഥ്വിയിൽ കാണാമായിരുന്നത് ഇതിനോട് ചേർത്ത് വയ്ക്കാം. ഇനിയും പൃഥ്വിരാജ് എന്ന നടൻ ഒരുപാട് വേഷങ്ങൾ കെട്ടിയാടുമായിരിക്കും, ഇതിനേക്കാൾ മികച്ചത് ഉണ്ടാകുമായിരിക്കും. എന്നാലും അയാൾ ആടുജീവിതത്തിലെ നജീബായി അറിയപ്പെടും. ഇനി ഇതിനൊക്കെ കാരണക്കാരനായ വിസ്മയിപ്പിച്ച ആളെപ്പറ്റി പറയാം, ബ്ലെസ്സി. തുടക്കത്തിൽ പറഞ്ഞതുപോലെ മലയാളിക്ക് അത്രമേൽ വിശ്വാസമാണ് ബ്ലെസ്സിയെ. എടുത്തു വെച്ചതെല്ലാം ഹൃദയത്തെ പൂറിയാണ് കടന്നുപോയത്. ബ്ലെസ്സി ചതിക്കില്ലെന്ന വിശ്വാസമുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ആ വിശ്വാസം തന്നെയാണ് ആടുജീവിതത്തിന് ഇങ്ങനൊരു ഹൈപ്പ് ഉണ്ടാക്കിയത്. ഒട്ടുമിക്ക മലയാളികളും അറിഞ്ഞ, വായിച്ച ഒന്നിനെ സിനിമയാക്കുക എന്നത് ചെറിയൊരു വെല്ലുവിളിയല്ല. അതും പലരും സിനിമയാക്കാൻ കൊതിച്ചൊരു കഥ. 2-3 മാസം കൊണ്ട് തീർത്തതല്ല ബ്ലെസ്സി ആടുജീവിതം. ഏകദേശം 10 വർഷം. അങ്ങനെ ഒരു സിനിമയ്ക്ക് പിന്നാലെ ഒരാൾ ഓടിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ നന്നാക്കണമെന്ന് ആ സംവിധായകന് നിർബന്ധമുള്ളത് കൊണ്ടാണ്. അതിൻ്റെ ഫലം 2.25 മണിക്കൂറിലേക്ക് അയാൾ ഉണ്ടാക്കി വെച്ചതിൽ കാണാനാവുന്നുമുണ്ട്. പെർഫെക്റ്റ് മേക്കിംഗ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒന്ന്. വായിച്ച അറിഞ്ഞ കഥയുടെ സ്ക്രീനിലേക്കുള്ള കാഴ്ച പ്രതീക്ഷിച്ച് മാത്രം വരുന്ന പ്രേക്ഷകർക്ക് ആ പ്രതീക്ഷയുടെ മുകളിൽ കൊടുക്കാനായിട്ടുണ്ട് ബ്ലെസ്സിക്ക്. പൃഥ്വിയെക്കൊണ്ട് അങ്ങനെ ചെയ്തെടുപ്പിച്ചിട്ടുമുണ്ട്. ബെന്യാമിനെ എഴുതി വെച്ചതിനെ സ്ക്രീനിൻ്റെ ഭാഷയിലേക്ക് മാറ്റുന്ന ജോലി മാത്രമല്ല ബ്ലെസ്സി ചെയ്തത്. നോവലിനപ്പുറത്ത് അതിലെ സിനിമാ സാധ്യതകളെല്ലാം ബ്ലെസ്സി മനസ്സിൽ കണ്ടിട്ടുണ്ട്, അത് സ്ക്രീനിലേക്ക് പകർത്തിയിട്ടുണ്ട്. മറ്റൊന്നു കൂടിയുണ്ട്, ബ്ലെസ്സിയുടെ എല്ലാ സിനിമകളും മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയെ, അതിൻ്റെ ഇമോഷനെ പകർത്തിയിട്ടുള്ളതാണ്. കഥാപാത്രത്തിൻ്റെ ഉള്ളിൽ അലയടിക്കുന്ന വലിയ കടലിനെ പ്രേക്ഷകനെ കാണിക്കാനുള്ള ശ്രമമാണ് ബ്ലെസ്സി നടത്തുക. അതുകൊണ്ട് തന്നെയാണ് റിയൽ നജീബ് അല്ലാതെ, ബെന്യാമിൻ മനസ്സിൽ കണ്ട നജീബിനെ പകർത്താതെ ബ്ലെസ്സി തൻ്റെ നജീബിനെയും അയാൾ അനുഭവിച്ചതിനും ദൃശ്യഭാഷ ചമച്ചത്. ഒരാൾ വർഷങ്ങൾ അനുഭവിച്ച ഒന്നിനെ 2.25 മണിക്കൂറിലേക്ക് മാറ്റുന്നത് ചെറിയ കാര്യമേ അല്ല. കഥയുടെ ഗതിയും അടുത്ത സീനും നമുക്കറിയാം. എന്നിട്ടും ഒട്ടും മടുപ്പിക്കാതെ ചിത്രം കണ്ടിരിക്കാനാവുന്നത് ബ്ലെസ്സിയുടെ തിരക്കഥയുടെ മികവ് കൊണ്ടാണ്. ഓരോ സീനുകളും ലയിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിനു പിന്നിൽ മറ്റൊരു പേരുണ്ട്, വിസ്മയിപ്പിച്ച മറ്റൊരാൾ. ആ പേര് തന്നെ മതിയാവും. പക്ഷേ റഹ്മാൻ ശരിക്കും മാജിക് തീർത്തിട്ടുണ്ട് സിനിമയിൽ. പെരിയോനൊക്കെ വെറും സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ പിൻബലത്തിലാണ് നജീബും ഹക്കീമും പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് കയറിയിരിക്കുന്നത്. അടുത്ത വിസ്മയം വിഷ്വലുകളാണ്. നജീബ് മസ്രയിൽ പെട്ടുപോകുന്നു, അവിടെ അയാൾ ദുരിത ജീവിതം നയിക്കുന്നു. എന്നാൽ അയാൾ അനുഭവിക്കുന്ന എല്ലാം, മനസ്സിൽ അലയടിക്കുന്ന കടൽ പോലും വിഷ്വലാക്കിയിട്ടുണ്ട് ബ്ലെസ്സി. മരുഭൂമിയിലെ ചൂട്, മേല് മുഴുവൻ പറ്റിപ്പിടിക്കുന്ന പൊള്ളുന്ന മണൽ, നാടിനെപ്പറ്റി ഓർക്കുന്നത്, സൈനുവിൻ്റെയും ഉമ്മയുടെയും മുഖം, ശക്തിയോടെ വീശുന്ന മണൽക്കാറ്റിലും ഇളകി മാറുന്ന മണൽക്കൂനകൾ, അകലെ വെള്ളമുണ്ടെന്ന് തോന്നിപ്പോകുന്ന മരുപ്പച്ച, കാലിനടിയിലൂടെ ഇഴഞ്ഞു പോകുന്ന വിഷമേറിയ മണൽപ്പാമ്പുകൾ, പറഞ്ഞാൽ തീരാത്തത്ര വിസ്മയ കാഴ്ചകളാണ് ചിത്രത്തിൽ ഉടനീളം. ഒരു സിനിമയുടെ നായകൻ്റെയും സംവിധായകൻ്റെയും മുഖങ്ങൾക്കപ്പുറം അതിന് പിന്നിൽ നിരവധി പേരെ പലരും അങ്ങനെ ഓർക്കാറോ പറയാറോ ഇല്ല. പക്ഷേ ഈ സിനിമയിൽ അവരെ പറയാതെ പോകാനാവില്ല. കാരണം
വർഷങ്ങൾ ഒരു ക്രൂ മുഴുവനും ഒരു സിനിമയ്ക്ക് പിന്നിൽ അധ്വാനിച്ചിട്ടുണ്ട്. കോവിഡിൻ്റെ പ്രയാസത്തിൽ മരുഭൂമിയിൽ നല്ല ഒരു ഔട്ടിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. ബ്ലെസി മനസ്സിൽ കാണുന്ന ഫ്രെയിമുകൾ ഒരുക്കി കൊടുത്ത് ഛായാഗ്രാഹകൻ, അസിസ്റ്റന്റ് ഡയറക്ടർമാർ, ജോർദാനിലെ മരുഭൂമിയിൽ മസ്രയടക്കം സെറ്റ് ചെയ്ത് മാസങ്ങളായി ഇരുന്നവർ, സഹാറയിലെ മണൽക്കൂനയിൽ നജീബിനും ഹക്കീമിനും പിന്നാലെ ഓടിയവർ, സൗണ്ടിന് പിന്നിലെ വിസ്മയം റസൂൽ പൂക്കുട്ടി, അവസാനം 2.5 മണിക്കൂറിലേക്ക് ബ്ലെസിയുടെ ആടുജീവിതത്തെ ഒതുക്കിയ എഡിറ്റർ, അങ്ങനെ ഒട്ടേറെ പേർ. പൃഥ്വിരാജിനെ പോലെ പ്രകടനം കൊണ്ട് വിസ്മയിപ്പിക്കുന്നുണ്ട് മറ്റെല്ലാവരും. അതിലെടുത്തു പറയേണ്ടത് നജീബിന് വഴികാട്ടിയായ ഇബ്രാഹിം ഖാദിരിയായി എത്തിയ ജിമ്മി ജി ലൂയിസും കൂട്ടുകാരൻ ഹക്കീമായി എത്തിയ ഗോകുലുമാണ്. അസാധ്യ പ്രകടനവുമായി കണ്ണിൽ പ്രണയം നിറച്ച് സൈന്യവുമായി എത്തിയ അമല പോളും പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുന്നുണ്ട്. പരിശ്രമങ്ങളൊന്നും വെറുതെ ആയിട്ടില്ലെന്നും ചിത്രം തെളിയിക്കുന്നുണ്ട്. കാരണം ബെന്യാമിൻ്റെ ആടുജീവിതം വായിച്ചവരെല്ലാം അവരവരുടെ നജീബിനെ വെച്ച് ഒരു സിനിമ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. ബ്ലെസിയുടെ നജീബിനെ കാണുന്നതോടെ വായിച്ചവർ അത് മറക്കുകയും ചെയ്യും. പൃഥ്വിരാജ് നടനും ബ്ലെസി എന്ന സംവിധായകനും എന്നും അഭിമാനിക്കാവുന്ന ചിത്രമാണ് ആടുജീവിതം. എപ്പോഴും പറയുന്നത് പോലെ തിയേറ്ററിൽ തന്നെ കാണണമെന്നല്ല, ഈ ചിത്രം എന്തായാലും കാണണമെന്നാണ്. കാരണം മികച്ച ക്വാളിറ്റിയിലെത്തിയ ഒരു മലയാള ചിത്രം കാണണമെങ്കിൽ, ഒരു ജീവിതം സ്ക്രീനിൽ അനുഭവിക്കണമെങ്കിൽ, ഇന്ത്യൻ സിനിമയിൽ തന്നെ മികച്ച സർവൈവൽ ത്രില്ലർ കാണണമെന്നുണ്ടെങ്കിൽ ആടുജീവിതം കാണേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ചിത്രം കണ്ടവർ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തും.